പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അനുദിനം നീതി നഷ്ടപ്പെടുന്ന ഒരു ലോകമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥയിൽ നീതിയും സാഹോദര്യവും സമത്വവും സൗഹാർദ്ദവുമെല്ലാം ഉൾപ്പെടുത്തിയത് നഷ്ടപ്പെടുത്താതിരിക്കുകയും സമൂഹത്തിൻ്റെ വ്യക്തിപരമായ സ്വസ്ഥ ജീവിതത്തിന് അത് അനിവാര്യമായ ഘടകം തന്നെയാണ് എന്ന് നമ്മൾ കാണുകയും ചെയ്യണം. നമുക്ക് ചുറ്റിനുമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അരാജകത്വത്തിൻ്റെയും സാമ്പത്തിക പരാജയങ്ങളുടെയും തൊഴിലില്ലായ്മയുടെയും നീതി അട്ടിമറിക്കപ്പെടുന്നതിൻ്റെയും ഫലമായി വളരെയധികം കലാപ അന്തരീക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സാമൂഹ്യനീതിയെപ്പറ്റി നമ്മൾ ഗൗരവമായി ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിച്ചേ മതിയാവും. ഇത്തരം ഒരു വിഷയം പരാമർശിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തുന്നത്. ഏതൊരു രാജ്യത്തിൻ്റെയും ചലനാത്മകത, വളർച്ച കൃത്യമായി ഭാവന ചെയ്യുകയും കണക്ക് കൂട്ടുകയും അതിൻ്റെ അളവും അതിൻ്റെ പാരാമീറ്ററുകളും ഒക്കെ നിശ്ചയിക്കുന്നതിന് അതിന് ഏതൊക്കെ മേഖലകളിൽ വികസനത്തിനായി മൂലധനം മുടക്കണം, മനുഷ്യവിഭവങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയുള്ള കൃത്യമായ ഒരു തൽസ്ഥിതി അറിയുവാൻ ആ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള കണക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആ സമൂഹത്തിലെ ഏതൊരു രാജ്യത്തെയും സമൂഹത്തിലെ ജനങ്ങളുടെ സാമൂഹിക ഗ്രൂപ്പുകളുടെ തൽസ്ഥിതിയും ചലനസാധ്യതയും സാംസ്കാരിക മൂലധനവും വിദ്യാഭ്യാസ വളർച്ചയും മനുഷ്യവിഭവ ശേഷികളും അവരുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി, അളന്ന് മനസ്സിലാക്കി അത് രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതും ഒരു രാജ്യവികസനത്തിൻ്റെ, ഒരു രാഷ്ട്രതന്ത്രത്തിൻ്റെ, ആന്തരിക വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. രാജ്യത്തിൻ്റെ വിഭവങ്ങൾ, രാജ്യത്തിൻ്റെ സാധ്യതകൾ എല്ലാം തന്നെ ആ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ വിതരണം ചെയ്യും, വിതരണം ചെയ്യാനുള്ള മാർഗം എന്താണ്, വിതരണത്തിൻ്റെ എത്ര സമയത്തിനുള്ളിൽ അത് വിതരണം ചെയ്യണം, മൂലധനത്തിൻ്റെ ഏതേതൊക്കെ മേഖലകളാണ് വിതരണം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ആ വിതരണത്തിൻ്റെ തുല്യത കണക്കാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ജനങ്ങളുടെ വിന്യാസങ്ങൾ, ജനസംഖ്യാ വിന്യാസങ്ങളും അവരുടെ വളർച്ചാ നിരക്കുകളും പ്രത്യുൽപാദന ശേഷികളും എല്ലാം കൃത്യമായി അളന്ന് മനസ്സിലാക്കേണ്ടത്, അഥവാ ജനസംഖ്യാനുപാതികമായ നിശ്ചയങ്ങൾ, അതിൻ്റെ ഒരു കണക്ക് എടുക്കേണ്ടത് ആയിരിക്കുന്നത് വിഭവങ്ങൾ തുല്യമായി നീതിപരമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നീതിപരമായ ആണോ വിതരണം ചെയ്യുന്നതെന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ധാർമ്മികമായ പ്രഖ്യാപനത്തിൽ വിശ്വസിക്കുകയല്ല വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ ധാർമ്മികവും നീതിപരമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിഷേധമുണ്ടാകാതിരിക്കുവാൻ കേവലം നിയമങ്ങളുടെ സംരക്ഷണം മാത്രം പോരാ, മറിച്ച് അധികാരത്തിൻ്റെ എല്ലാ മേഖലകളിലും അതാത് ജനവിഭാഗത്തിൻ്റെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നീതി നിഷേധിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും ഉറപ്പും. ജനാധിപത്യത്തിനകത്ത് ഭരണപക്ഷം എന്നൊരു സങ്കല്പം നിലനിൽക്കുമ്പോൾ തന്നെ ആ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അധികാരത്തിൻ്റെ രംഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭരണ രംഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് പാർലമെൻറ്റിനകത്ത് ചോദ്യം ചെയ്യുകയും തിരുത്തേണ്ടവയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം കൂടി ഉണ്ടാവണം എന്നത് ജനാധിപത്യത്തിനകത്തെ വലിയൊരു തിരുത്തൽ മേഖലയാണ്. എന്നാൽ അത് 5 വർഷം കൂടുമ്പോൾ മാത്രം ലഭ്യമാകേണ്ടുന്ന ഒരു കാര്യമായി പരിമിതപ്പെടുത്തുകയല്ല വേണ്ടത്. മറിച്ച് അധികാരത്തിൻ്റെ എല്ലാ മേഖലകളിലും
എല്ലാ ജനവിഭാഗങ്ങൾക്കും മതിയായ പങ്കാളിത്തം കൊടുത്താൽ അതാത് ജനവിഭാഗം തന്നെ അവരുടെ നീതിയെപ്പറ്റി ജാഗ്രതയോടെ കണ്ണു തുറന്നിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ജനാധിപത്യത്തിനകത്ത് പ്രതിപക്ഷമുണ്ടായിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അധികാരത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന പ്രധാന 3 മേഖലകളിലും, ജനാധിപത്യത്തിൻ്റെ 3 പ്രധാന നെടും തൂണുകളിലും, വലിയ മേഖലകളിലും സമൂഹത്തിലെ ഒരു രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം ജനസംഖ്യാനുപാതികമായി നൽകുക എന്നുള്ളതും ജനാധിപത്യത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ നിലയിൽ എത്രത്തോളം ഓരോ വിഭാഗത്തിൻ്റെയും ജനവിഭാഗങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടി എന്നറിയണമെങ്കിൽ ആ ജനവിഭാഗത്തിൻ്റെ കണക്കുകൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാകണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലെ കലാപമുണ്ട്. അവിടെ ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള, അങ്ങനെ മരണപ്പെട്ടുപോയ ആളുകളുടെ കുടുംബത്തിന് സംവരണം ഏർപ്പെടുത്തിയത് അതിൻ്റെ സംവരണ ശതമാനം കൂട്ടി. സംവരണ ശതമാനം ഹൈക്കോടതി വിധി പ്രകാരം 30% അതിനെതിരെ അവിടെ യുവാക്കൾ തെരുവിലിറങ്ങി. അവരുടെ ആവശ്യങ്ങൾ മറ്റു ചിലതും കൂടിയാണ്. ഒന്ന്, മറ്റ് സംവരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ പാടില്ല. മറ്റൊന്ന്, വിലക്കയറ്റം തടയണം. വേറൊന്ന്, തൊഴിലില്ലായ്മ പരിഹരിക്കണം. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെയും സാമൂഹിക പ്രതിസന്ധിയുടെയും സാമൂഹിക സുരക്ഷയുടെയും അടിസ്ഥാനപരമായ ജനാധിപത്യ വികസന പ്രശ്നങ്ങളിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ജനങ്ങളുടെ വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് മാർഗം. ഇപ്പോൾ കേരള സർക്കാർ ഒരു കണക്ക് പുറത്തുവിടുകയുണ്ടായി. ആ കണക്കനുസരിച്ച് കേരള സർക്കാരിൻ്റെ സർക്കാർ മേഖലയിൽ ഉള്ള ആളുകൾക്ക്, OBC വിഭാഗങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കും കുറച്ച് പ്രാതിനിധ്യം കിട്ടിയതിനെ സംബന്ധിച്ചുള്ള കണക്കുകളുണ്ട്. എന്നാൽ ആ കിട്ടിയ കണക്കുകൾ സൂട്ടബിളാണോ, ഉചിതമാണോ എന്നറിയാൻ ആ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ അറിയാതെ എങ്ങനെ നിശ്ചയിക്കും? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം വന്നിട്ടുള്ള കണക്കുകൾ പോലും 2024 ജൂൺ 19 ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് കമ്മിറ്റി പുറത്തുവിട്ട കണക്കാണ്. ഇത് കൃത്യമാണോ എന്നറിയാൻ കിട്ടിയ കണക്ക് ലഭ്യമായ ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് കഴിയില്ല. ഓരോ ജനവിഭാഗത്തിൻ്റെയും ജനസംഖ്യ അനുസരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മനുഷ്യവിഭവങ്ങളുടെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും വിഭവങ്ങൾക്കനുസരിച്ച പ്രാതിനിധ്യം എല്ലാ മേഖലയിലും, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലയിൽ മാത്രമല്ല, ജുഡീഷ്യറിയിലും പാർലമെൻറ്റിലും മതിയായ വിധത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിഗണിക്കുന്നതാണ് മനുഷ്യവിഭവങ്ങളിൽ നീതിപരമായ ഒരു വിന്യാസം നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ ശ്രീലങ്ക നമ്മുടെ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കുവാൻ തീർച്ചയായും ധനവിഭവങ്ങളുടെ നീതിപരമായ വിതരണം മാത്രം പോരാ, മനുഷ്യവിഭവങ്ങളുടെ നീതിപരമായ പങ്കാളിത്തവും വിതരണവും വളർച്ചയും ഉറപ്പുവരുത്തേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയുടെ അടിസ്ഥാനമാണ്. ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാനം അതുതന്നെയാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ, സാമൂഹിക വിഭാഗങ്ങളുടെ, ജാതി സമുദായ തിരിച്ചിട്ടുള്ള കണക്ക് എടുക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും നീതിക്കും ജനാധിപത്യത്തിനും ആവശ്യമായ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ്. ജനാധിപത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ജനാധിപത്യത്തിൽ
വ്യക്തികളുടെ തുല്യത മാത്രമല്ല, സമുദായങ്ങളുടെ തുല്യതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കേരള സർക്കാർ ചെയ്യാത്തത് കേന്ദ്ര സർക്കാരും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും BJPയുടെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ ഇടത് സർക്കാരും ഒരേ ആശയങ്ങൾ നടപ്പിലാക്കുന്നവരാണ് എന്ന് ആരെങ്കിലും വിലയിരുത്തിയാൽ അതിൽ നമുക്ക് തെറ്റ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കേരള സർക്കാർ ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ മനുഷ്യ വിഭവശേഷിയുടെ കൃത്യമായ വിന്യാസം ഉറപ്പുവരുത്താനായി അവരുടെ കണക്കെടുക്കേണ്ടത് ആവശ്യമാണ്. OBC വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഈഴവ സമുദായത്തിൻ്റെ ഒരു കണക്കെങ്കിലും വന്നിട്ട് 93 വർഷമായി. 1931 കണക്കിന് ശേഷം കൃത്യമായ ഒരു ജാതി സെൻസസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. 1931 കണക്കനുസരിച്ച് 21% ഈഴവരാണ് കേരളത്തിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം 5 തലമുറ എത്തിയിരിക്കുന്നു. ഇതുവരെ ജനസംഖ്യാപരമായ യാതൊരു വർധനവും ആരുടെയും പരിഗണനയിൽ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കണക്ക് കൃത്യമായി എടുക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഒട്ടേറെ സാമ്പിൾ സർവേകൾ നടന്നിട്ടുണ്ട്. സമീപകാലത്ത് OBCകളുടെയും SC/ST വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ തന്നെ കണക്കുകളെപ്പറ്റി പറയുന്നതിൽ ഭൂവിഭവങ്ങളുടെ വിന്യാസങ്ങളെപ്പറ്റി പറയുമ്പോൾ, സർക്കാർ തൊഴിലുകളുടെ പങ്കാളിത്തത്തെപ്പറ്റി പറയുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സാമ്പിൾ സർവേയെ പറ്റിയാണ് പറയുന്നത്. സാമ്പിൾ സർവേയുടെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഒരു സാമ്പിൾ മാത്രമാണ്. 1968 EMS ഒരു സാമ്പിൾ സർവേ നടത്തുകയുണ്ടായി. അത് ഈഴവ വിഭാഗം 21% നിന്നും 22% എന്നാണ് കണക്ക്. 1% അവരുടെ ദയാദാക്ഷിണ്യം കൊണ്ട് കൂട്ടിക്കിട്ടി. ഇത്രയും നാളായി ഈഴവ സമുദായത്തിലെയും OBC വിഭാഗങ്ങളുടെയും SC/ST വിഭാഗങ്ങളുടെയും ജനസംഖ്യ വർദ്ധിച്ചത് ആരുടെയും കണക്കിലില്ല. തലമുറകളുടെ വിഭവശേഷികളെപ്പറ്റി ഇത്ര നിരുത്തരവാദപരമായ രീതിയിൽ നീതിയുടെ ഒരു ഭരണഘടന ഉണ്ടായിട്ട് പോലും നീതി വാഗ്ദാനം ചെയ്തുകൊണ്ട്, സമത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇത് ചെയ്തില്ല എന്നുള്ളത് വളരെ ദയനീയമായ സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് ജാതി സെൻസസ്, സമുദായ സെൻസസ് നടപ്പിലാക്കുകയും മനുഷ്യവിഭവശേഷിയെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് തുല്യമായി വിന്യസിച്ച് ഉപയോഗിച്ച് അത് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പണം എവിടെയെങ്കിലും ബാങ്ക് ബാലൻസായി കുറച്ചാളുകളുടെ കൈകളിൽ കുന്നുകൂടുകയും ബാങ്ക് ബാലൻസായി അത് ബാങ്കുകളിൽ ഡിപ്പോസിറ്റായി കിടക്കുന്നതിനേക്കാൾ ഫലപ്രദം സാധാരണ മനുഷ്യരുടെ കയ്യിൽ പണം എത്തുകയും അവരുടെ ചുറ്റുപാടുകളിൽ, കടകളിൽ, മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ ബാങ്കിൽ പണം ഡെഡ് മണിയായി കിടക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പണം ഊർജ്ജസ്വലമായി വിനിയോഗിക്കപ്പെടുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണർവുകളുണ്ടാവുകയും ചെയ്യും എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്തുകൊണ്ട് ജനങ്ങളുടെ വിഭവശേഷി, നമുക്കറിയാം മൂലധനത്തിൽ ഏറ്റവും സക്രിയമായ മേഖല മനുഷ്യവിഭവം തന്നെയാണ്. ആ മനുഷ്യവിഭവത്തിൻ്റെ ക്രിയാത്മകമായ ഉപയോഗത്തിന് വേണ്ടി, ജനാധിപത്യപരമായ വിന്യാസത്തിന് വേണ്ടി, നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ രാജ്യത്തിലെയും ഓരോ സമൂഹത്തിലെയും ജനങ്ങളുടെ അവരുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണ സമ്പ്രദായം അധികാര മേഖലയിൽ അവരുടെ വിഭവ വിന്യാസങ്ങളെ നീതിയോടുകൂടി പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് വികസനത്തിലും സ്വസ്ഥ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഒഴിവാക്കാൻ കഴിയാത്ത
കാര്യം തന്നെയാണ്. ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ OBC വിഭാഗങ്ങളുടെയും SC/ST വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അതോടൊപ്പം സവർണ വിഭാഗങ്ങളുടെയും ജനസംഖ്യ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കേരളത്തിൽ സാമ്പത്തിക സംവരണം ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയത് ഒരു കണക്കിൻ്റെയും അടിസ്ഥാനത്തിലല്ല. സവർണ വിഭാഗങ്ങളുടെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് വെറുതെ വാരിക്കോരി വെറുതെ ഒരു നിശ്ചയം കണക്കാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഉയർന്ന ജാതി മുതൽ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ നായർ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും ജനസംഖ്യാനുപാതികമായ കണക്ക് എടുക്കേണ്ടത് നീതിയുടെ ആവശ്യമാണ്. അത് ഭരണഘടന നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഭരണഘടന നമ്മൾ തന്നെ നമുക്ക് സമർപ്പിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി സ്വയം ഭരിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ആ റിപ്പബ്ലിക്കൻ സങ്കല്പത്തിൽ സ്വയംഭരണ സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്വപ്നഭൂമിയായി അവരവരുടെ രാജ്യത്തിൽ അവരവർക്ക് പങ്കാളിത്തം നൽകുന്ന അവരവരുടെ സമൂഹത്തിൽ അവരെയൊക്കെ തന്നെ മതിയായ വിധത്തിൽ പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയുണ്ടെങ്കിൽ പലായനങ്ങൾ കുറയും, അതുപോലെ തന്നെ മൈഗ്രേഷൻ കുറയും. ഈ സംസ്ഥാനത്ത് തന്നെയുള്ള സാധ്യതകളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് ഇവിടെ നിന്ന് യുവാക്കൾ പലായനം ചെയ്ത് പോകാതിരിക്കുവാൻ ഏറ്റവും നല്ല ഉറപ്പുള്ള മാർഗം ഇവിടുത്തെ ജനങ്ങളുടെ മതിയായ വിധത്തിലുള്ള ജനാധിപത്യത്തിൽ അവരെ ഇൻബിൽറ്റ് ചെയ്ത് അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു സമൂഹവും ഭരണവുമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രതിസന്ധിയിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെയും അനീതിയുടെയും ഹിംസയുടെയും ഒക്കെ ഒരു തലത്തിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യമെങ്കിലും മാറി ചിന്തിക്കണം, നീതിയോടുകൂടി ചിന്തിക്കണം. ഇതാണ് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ജനതയോട് ചെയ്യാനുള്ള ഏറ്റവും നീതിപരമായ ഒരു കടമ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ OBC വിഭാഗങ്ങൾ ഉൾപ്പെടെ SC/ST വിഭാഗങ്ങൾ ഉൾപ്പെടെ ആദിവാസികളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സവർണരുടെ എല്ലാവരുടെയും കണക്ക് എടുക്കുകയും ജാതി സമുദായ സെൻസസ് എടുക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിക്കുന്ന ഏതൊരു ജനാധിപത്യവാദികളുടെയും മനുഷ്യസ്നേഹിയുടെയും ആവശ്യമാണ്.